ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗസ്റ്റ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്ന ശ്യാമയ്ക്ക് ശ്യാമയുടെ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് അരുന്ധതി. നീ ഇതിൽ നിന്നും വേറെ ആരെയും വിളിക്കാനൊന്നും നിൽക്കണ്ട. നിനക്കറിയാലോ, ജയേഷിൻ്റെ അടുത്താണ് നിന്റെ അമ്മ ഇപ്പോഴും. പിന്നെ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് ഇതിലേക്ക് വിളിച്ച് സിഗ്നൽ തരാം. ആ സമയം നീ പാടാൻ തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ ആനന്ദവർമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. മോളെ, ദേവകി ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാമെന്ന് വർമ്മ പറയുമ്പോൾ വലിയ ഉപകാരമുണ്ട് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ശ്യാമ. പിന്നെ മോള് മുറിയിൽ തന്നെ ഇരുന്നു. അരുന്ധതി വിളിക്കുമ്പോൾ പാടുകയും ചെയ്തു. അച്ഛ, ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടില്ലെന്ന് ഞാൻ അച്ഛന് വാക്ക് തന്നതല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്. സാരമില്ല മോളെ, ഞാനല്ലേ പറയുന്നത്, മോള് പാടിക്കോ, അതില് വേറെ കാര്യമുണ്ട്. എനിക്കും ചില ഐഡിയകളുണ്ടെന്ന് വർമ്മ പറയുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അരുന്ധതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ച് സിഗ്നൽ കൊടുക്കുകയാണ്. അങ്ങനെ ശ്യാമ പാടാൻ ആരംഭിക്കുന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോൾ വർമ്മ വിസ്മയുടെ മൈക്കിൻ്റെ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വിസ്മയ മൈക്ക് തൻ്റെ ചുണ്ടിൽ നിന്നും മാറ്റി പിടിക്കുമ്പോഴും ശ്യാമ തൻ്റെ പാട്ട് അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അരുന്ധതി മുറിയിലേക്ക് ചെല്ലുകയും ശ്യാമയോട് പാടുന്നത് നിർത്താൻ പറയുകയും ചെയ്യുന്നു. അവിടെ മൈക്കിനെന്തോ പ്രശ്നം. വിസ്മയ, മൈക്കൊന്നും പിടിച്ചിട്ടില്ല, നീ നിർത്ത്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ആനന്ദവർമ്മയും അഖിലും. അതെ, മൈക്കിന് പ്രശ്നമൊന്നും പറ്റിയതല്ല, ഞങ്ങൾ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തതാണെന്ന് വർമ്മ പറയുമ്പോൾ പരിഭ്രാന്തിയോടെ താഴേക്ക് ചെല്ലുകയാണ് അരുന്ധതി. തുടർന്ന് അരുന്ധതി വിസ്മയം കൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വർമ്മയും അഖിലും ശ്യാമയും കൂടി താഴേക്ക് വരുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, വിസ്മയെ പാടിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് അഖിലും വർമ്മയും കൂടി പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും അരുന്ധതിയും വിസ്മയെ തന്നെ നോക്കുകയാണ്. തുടർന്ന് വിസ്മയ പരിഭ്രാന്തിയോടെ അരുന്ധതിയെ നോക്കുമ്പോൾ ആനന്ദവർമ്മ പറയുകയാണ്, വിസ്മയ പാടില്ല, അവക്ക് പാടാനുള്ള കഴിവുമില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ആനന്ദവർമ്മയെ നോക്കുമ്പോൾ വർമ്മ ശ്യാമയോട് പാടാൻ പറയുകയാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് വസുന്ധര പറയുന്നു. അതേസമയം വാസുദേവനും ദേവകിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. മോള് ധൈര്യമായിട്ട് പാടിക്കോ എന്ന് ദേവകി പറയുമ്പോൾ ദേവകിയെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമ. തുടർന്ന് ധൈര്യപൂർവ്വം ശ്യാമ മൈക്കെടുത്ത് പാട്ട് പാടുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ്. അതേസമയം വിസ്മയ ദേഷ്യത്തോടെയും വിഷമത്തോടെയും പുറത്തേക്കിറങ്ങുകയാണ്. കാറിൽ കയറി വിഷമത്തോടെ ഇരിക്കുന്ന വിസ്മയാണ് കാണിക്കുന്നത്. അതേസമയം അരുന്ധതിയും ദേഷ്യത്തോടെ കാറിൻ്റെ അരികിലേക്ക് വരുന്നു. വിസ്മയ പാടുന്നത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന വസുന്ധരയാണ് കാണിക്കുന്നത്. ഇനിയെങ്കിലും ശ്യാമയെ സ്വീകരിക്കാൻ വസുന്ധരയ്ക്കാകുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.